ഹായ് നമസ്കാരം. ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. കൂടുതൽ രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് തള്ളിക്കയറുന്നതാണ് ഈ ദുരവസ്ഥ ഉണ്ടാകുന്നത്. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ ചെന്നേ പറ്റും. എന്തുകൊണ്ടാണ് ഈ അസുഖബാധിതരാകുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല വികസിത രാജ്യങ്ങളും ഒരു കപ്പലിലാണ് ഭക്ഷ്യവസ്തുക്കൾ അവിടത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ ആ പോർട്ടിൽ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, QC. അവർ പരിശോധിച്ച് ഇതിൽ അധികം വിഷാംശമില്ല, ഇത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവരുടെ രാജ്യത്തേക്ക് ഇത് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. അത് മോശമാണെങ്കിൽ കപ്പൽ കോടാനുകോടി രൂപ വിലയുള്ള സാധനങ്ങൾ തിരിച്ച് റിട്ടേൺ ആയിരിക്കും. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും എത്രയോ വിഷമരിച്ച മനുഷ്യനെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ കഴിയില്ല. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് സജീവമായി പ്രവർത്തിച്ച് ഇതിലെ വിഷാംശം തിരിച്ചറിഞ്ഞ് വിഷമുള്ളതാണെങ്കിൽ 2-3 പാണ്ടലോറി കപ്പലിൽ പല രാജ്യങ്ങളും കപ്പൽ തിരിച്ചയക്കുന്നുണ്ട്. 2-3 പാണ്ടലോറി തിരിച്ചയച്ചാൽ അവരിത് കറക്റ്റ് ചെയ്ത് വരത്തില്ലേ? നമ്മുടെ ആരോഗ്യമന്ത്രിയോടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പല വിധത്തിൽ ആൾക്കാർ മരണപ്പെടുമ്പോൾ ഇവരുടെ ഉള്ളിൽ എത്രത്തോളം വിഷാംശം ചെന്നിട്ടുണ്ടെന്ന് ഇവരുടെ കരളോ ലിവറോ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും.